ഗുഡ് ആഫ്റ്റർനൂൺ ചിൽഡ്രൻ. നമ്മുടെ ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് എ നൈറ്റ് ഓഫ് സോറോ, ദുഃഖപൂർണമായ ഒരു രാത്രി, സങ്കടകരമായ ഒരു രാത്രി. അതാണ് ഇന്നത്തെ കഥയുടെ ഭാഗം. അപ്പോൾ ഞാൻ ആ പാഠമൊന്ന് ലെസൺ ഒന്ന് വായിച്ചു തരാം, നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക. He looked at the field of ripe corn with its flowers draped in a curtain of rain. But suddenly a strong wind began to blow. Very large hailstone began to fall. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ കേട്ടത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലെൻചോ വളരെ ഹാപ്പി ആയിരുന്നു, സന്തോഷമായിരുന്നു. പക്ഷേ സഡൻലി എ സ്ട്രോങ് വിൻഡ് ബിഗെയിൻ ടു ഫ്ലോ. ഒരു ശക്തമായിട്ടുള്ള വിൻഡ്, കാറ്റ് അടിച്ചു. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺ ബിഗെയിൻ ടു ഫോൾ. വളരെ ശക്തമായിട്ട് വലിയ ആലിപ്പഴങ്ങൾ, ഹെയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ മഞ്ഞിൻ്റെ കട്ടകൾ, ആലിപ്പഴം, അത് വീഴുവാനായിട്ട് തുടങ്ങി. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ എക്സ്ക്ലെയിംഡ് ലെൻചോ. ഉടനെ ലെൻചോന് മനസ്സിലായി എന്താണ് ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ, കാര്യങ്ങൾ അവതാളത്തിലാവുകയാണ്, മോശമാവുകയാണ്. എക്സ്ക്ലെയിംഡ് ലെൻചോ. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി. ഇത് പെട്ടെന്ന് അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി. പക്ഷേ അത് വേഗത്തിൽ നിന്നില്ല, കഴിഞ്ഞുപോയില്ല. ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ ഓൺ ദ ഹൗസ്, ദ ഗാർഡൻ, ദ ഹിൽ സൈഡ്, ദ കോൺ ഫീൽഡ് ആൻഡ് ദ ഓൾ വാലി. ആ ആലിപ്പഴം വീഴ്ച, ഹെയിൽ സ്റ്റോൺസ് 1 മണിക്കൂറോളം നീണ്ടു നിന്നു. വീട്ടിൽ വീണു, ദ ഗാർഡൻ, പൂന്തോട്ടത്തിൽ വീണു, ദ ഹിൽ സൈഡ്, ദ കോൺ ഫീൽഡ് ആൻഡ് ദ ഓൾ വാലി. ആ വാലിയിൽ, ആ താഴ്വരയിൽ മുഴുവൻ ഹെയിൽ സ്റ്റോൺ വീണു. ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സാൾട്ട്. ഉപ്പുകൊണ്ട് മൂടിക്കിടക്കുന്നത് പോലെ ആ ഫീൽഡ്, ആ പാടം മുഴുവൻ, ആ കോൺഫീൽഡ് മുഴുവൻ വെള്ള നിറത്തിൽ സ്നോ കൊണ്ട് അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോൺ കൊണ്ട് മൂടിക്കിടന്നു. നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദ ട്രീസ്. ഒരില പോലും മരങ്ങളിൽ അവശേഷിച്ചില്ല. അടുത്തത് താഴെയുള്ള ഭാഗം. The corn was totally destroyed. The flowers had disappeared from the plants. Corn was totally destroyed. അദ്ദേഹത്തിൻ്റെ ആ വിളഞ്ഞു നിൽക്കുന്ന ചോളം, കോൺസ് മുഴുവൻ ഡിസ്ട്രോയിഡ്, നശിപ്പിക്കപ്പെട്ടു, ചീത്തയായി. The flowers had disappeared from the plants. പ്ലാന്റിൽ നിന്ന് പൂക്കളെല്ലാം കൊഴിഞ്ഞു വീണു. ഡിസപ്പിയർഡ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി, കൊഴിഞ്ഞു വീണു. ഇവിടെ അർത്ഥം കൊഴിഞ്ഞു വീണു. ലെൻജോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നസ്. ലെൻജോയുടെ സോൾ, ഹൃദയം, അല്ലെങ്കിൽ ലെൻജോയുടെ മനസ്സ്, വാസ് ഫിൽഡ് വിത്ത് സാഡ്നസ്, ദുഃഖം കൊണ്ട്, സങ്കടം കൊണ്ട് നിറഞ്ഞു. ദ നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. അന്ന് രാത്രി വളരെ ദുഃഖകരമായിട്ടുള്ള, സങ്കടകരമായിട്ടുള്ള ഒരു രാത്രിയായിരുന്നു ലെൻജോയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ കോണ്, വിളഞ്ഞു നിൽക്കുന്ന കോണ് കൊയ്ത് വിളവെടുത്തിട്ട് വേണം, അതുകൊണ്ട് വേണം അവർക്ക് ജീവിക്കാനായിട്ട്. എന്നാൽ ഹെയിൽ സ്റ്റോൺ മുഖാന്തരം എല്ലാ വിളവും നശിച്ചുപോയി. അടുത്തത്, ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ഈ വർഷം നമുക്ക് കോണൊന്നും ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ദർ ഈസ് നോ വൺ ടു ഹെൽപ്പ് us. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഈ വർഷം മുഴുവൻ ഞങ്ങൾ വിശന്നിരിക്കേണ്ടി വരും, അഥവാ പട്ടിണി കിടക്കേണ്ടി വരും. ബട്ട് ഇൻ ദ ഹേർഡ്സ് ഓഫ് ഓൾ ഹു ലിവ്ഡ് ഇൻ ദാറ്റ് സോളിറ്ററി ഹൗസ് ദർ വാസ് എ സിംഗിൾ ഹോപ്പ്. ആ ഏകാന്ത വീട്ടിൽ താമസിച്ചിരുന്ന അവരുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ഹോപ്പ്, ഒരു ചെറിയ സിംഗിൾ ഹോപ്പ്, ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്താണ് ആ പ്രതീക്ഷ? ഹെൽപ്പ് ഫ്രം ഗോഡ്. ദൈവം സഹായിക്കും, ദൈവം കരുതും. All through the night, Lenjo thought only of his one hope, God. ആ രാത്രി മുഴുവൻ ലെൻജോ ഇരുന്ന് ചിന്തിച്ചത് തൻ്റെ ആ ഒരു പ്രതീക്ഷയെക്കുറിച്ചായിരുന്നു, ദൈവത്തെക്കുറിച്ച്. ലെൻജോ ദൈവം സഹായിക്കുമെന്ന ചിന്തയിൽ ലെൻജോ കഴിച്ചുകൂട്ടി. അപ്പോൾ ഇതാണ് പാഠഭാഗം. ഈ പാഠഭാഗം നിങ്ങൾ നന്നായിട്ട് വായിക്കുക.
അപ്പോൾ ഞാൻ വായിച്ചിരിക്കുന്നത് നിങ്ങൾ വീണ്ടും കേൾക്കുക, കേട്ടിട്ട് വേണം നിങ്ങൾ അത് വായിക്കുവാനായിട്ട്. വായിച്ചതിന് ശേഷം നിങ്ങൾ വായിക്കുന്നതിൻ്റെ ഓഡിയോ നിങ്ങൾ എടുത്തിട്ട് നമ്മളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഇടേണ്ടതാണ്. അതോടൊപ്പം തന്നെ നോട്ട്സ്, ഇന്ന് നമ്മൾ പഠിച്ച ചില ഭാഗങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം, അത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. നമ്മൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, എ പേപ്പർ റിപ്പോർട്ട് നീഡ് ഫോളോയിങ് സ്റ്റെപ്സ്. ഒരു പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ പാലിക്കേണ്ടത്? വാട്ട് ആർ ദി സ്റ്റെപ്സ് ടു പ്രിപ്പയർ എ പേപ്പർ റിപ്പോർട്ട്? അതാണ് പറയുന്നത്. 4 കൂട്ടം കാര്യങ്ങൾ അതിനകത്തുണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ, എ ഹെഡ്ലൈൻ, ഒരു തലക്കെട്ടുണ്ടായിരിക്കണം. ആ തലക്കെട്ടിൻ്റെ പ്രത്യേകത അത് ചെറുതായിരിക്കണം, എന്നാൽ ആകർഷണീയമായിരിക്കണം, ആളുകളെ വായനയ്ക്ക് ആകർഷിക്കുന്നതായിരിക്കണം. നെക്സ്റ്റ് വൺ, പ്ലേസ് ഓഫ് റിപ്പോർട്ടിംഗ്. ഈ ന്യൂസ്, ഈ വാർത്ത എവിടെ നിന്നാണോ റിപ്പോർട്ട് ചെയ്യുന്നത് ആ സ്ഥലം. അടുത്തത് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ്, റിപ്പോർട്ട് ചെയ്യുന്ന തീയതി. വാട്ട് ഹാപ്പൻ ആൻഡ് അതർ ഡീറ്റെയിൽസ്, എന്താണ് സംഭവിച്ചത്, ആ സംഭവത്തിൻ്റെ വിശദാംശം, അതാണ് വാട്ട് ഹാപ്പൻ ആൻഡ് അതർ ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങൾ ഒരു പേപ്പർ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ഇനി ഞാനിവിടെ താഴെ ഒരു പേപ്പർ റിപ്പോർട്ട് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഫോർ ന്യൂസ് റിപ്പോർട്ട്. ആ ഹെഡിങ്, വരുന്ന ഹെഡിങ്ങാണ് ഞാൻ ആ മഞ്ഞ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഹെവി റെയിൻഫോൾ, സിറ്റി റോഡ്സ് അണ്ടർ വാട്ടർ. കണ്ടോ ആ ഹെഡിങ് എഴുതിയിരിക്കുന്ന പ്രത്യേകത കണ്ടോ? അപ്പോൾ ഈ ഹെഡിങ് വായിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് സിറ്റി, ഏതോ ഒരു പട്ടണം വെള്ളത്തിൻ്റെ അടിയിലായി, അതിനെക്കുറിച്ചാണ് വാർത്ത. അപ്പോൾ അതിനെക്കുറിച്ചാണ് വാർത്ത എന്ന് മുഴുവൻ എഴുതിയിട്ടില്ല, പക്ഷേ ഈ ഹെഡിങ് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഇങ്ങനെ വേണം ഹെഡിങ് എഴുതുവാനായിട്ട്. ഹെവി റെയിൻഫോൾ, സിറ്റി റോഡ്സ് അണ്ടർ വാട്ടർ. പിന്നെ ഹെഡിങ് എഴുതുന്നത് ബാക്കിയുള്ള റിപ്പോർട്ട് എഴുതുന്നതിനേക്കാളും അല്പം വലുതാക്കി വേണം എഴുതാനായിട്ട്. കാരണം ഒറ്റ നോട്ടത്തിൽ വായനക്കാരൻ്റെ ദൃഷ്ടിയിൽ ഈ ഹെഡിങ് വരണം. ഇനി സ്ഥലം, രണ്ടാമത് പ്ലേസ് ഓഫ് റിപ്പോർട്ടിംഗ് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് താഴെ ന്യൂഡൽഹി, കോമയിട്ടിട്ട് August 18, 2 കുത്തിട്ടു. അപ്പോൾ തീയതി എഴുതി, സ്ഥലം എഴുതി, പ്ലേസ് ഓഫ് റിപ്പോർട്ടിംഗ്, ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് വന്നു. ഇനി വാട്ട് ഹാപ്പൻ ആൻഡ് അതർ ഡീറ്റെയിൽസ് ആണ്. ഞാനതൊന്ന് വായിക്കാം, ഒന്ന് സങ്കല്പിച്ച് എഴുതിയതാണ്. ദ സിറ്റി ലാസ്റ്റ് ഡേ സോ എ വെരി ഹെവി റെയിൻഫോൾ, സിറ്റിയിൽ ശക്തമായിട്ടുള്ള റെയിൻഫോൾ ഉണ്ടായി. ദ സിറ്റി ലൈഫ് വാസ് ടോട്ടലി പാരലൈസ്ഡ്, സിറ്റി ലൈഫ്, ആ പട്ടണത്തിലെ ജനജീവിതം ആകെ സ്തംഭിച്ചു. 2 people lost their lives, around 148 people lost their houses and belongings. 2 വ്യക്തികൾ, 2 people lost their life, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ 148ഓളം പേർക്ക് അവരുടെ വീടും വസ്തുവകകളും നഷ്ടമായി. The public market and living areas in the old Delhi are in water. അതുപോലെ ഓൾഡ് ഡൽഹി, പഴയ ഡൽഹിയിലെ പബ്ലിക് മാർക്കറ്റും ലിവിങ് ഏരിയാസും, ആളുകൾ താമസിക്കുന്ന ഇടങ്ങളെല്ലാം വെള്ളത്താൽ മുങ്ങപ്പെട്ടിരിക്കുകയാണ്. പോലീസ് റെസ്ക്യൂ around 2,400 people from the water flooded areas. പോലീസ് ഏകദേശം 2,400ഓളം പേരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു, അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ട്രെയിൻ സർവീസ് ആൻഡ് ബസ് സർവീസ് വേർ ഡിസ്റപ്റ്റഡ് ബൈ ദ ഫ്ലഡ്. അതുപോലെ റെയിൽ സർവീസും റോഡ് സർവീസും, റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും സ്തംഭിക്കപ്പെട്ടു. വെള്ളപ്പൊക്കം കാരണം ഡിസ്റപ്റ്റഡ്, അത് താറുമാറായി. അപ്പോൾ ഇതാണ് നമ്മൾ വാർത്ത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു വാർത്ത തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മളുടെ ഇന്നത്തെ പാഠഭാഗത്തെ ആസ്പദമാക്കി, ഹെയിൽ സ്റ്റോൺ ഡിസ്ട്രോയിഡ് ദ ക്രോപ്സ് ഇൻ ലെഞ്ചോസ് വില്ലേജ്. ദ ലോക്കൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടഡ് ഇറ്റ്. പ്രിപ്പയർ ദ ലൈക്ലി റിപ്പോർട്ട്. അപ്പോൾ ഹെയിൽ സ്റ്റോൺ മുഖാന്തരം ലെഞ്ചോയുടെ വില്ലേജിൽ കൃഷിയൊക്കെ നശിച്ചു. അവിടുത്തെ ആ സ്ഥലത്തെ ഒരു പ്രാദേശിക പത്രം അത് റിപ്പോർട്ട് ചെയ്തു. അതിനെക്കുറിച്ച് വാർത്ത തയ്യാറാക്കാനാണ്. അപ്പോൾ ഹെഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹെയിൽ സ്റ്റോം ഡിസ്ട്രോയിഡ് ക്രോപ്സ്. ഓക്കെ, കേപ്പ് ടൗൺ October 14. ഇനി ബാക്കിയുള്ളത് അപ്പോൾ കേപ്പ് ടൗൺ എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പേരാണ്. കേപ്പ് ടൗൺ October 14. ഞാൻ വെറുതെ ഒരു ഡേറ്റ് കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് മാറ്റി കൊടുക്കാം, ഹെഡിങ് മാറ്റി കൊടുക്കാം. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ അവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറാക്കുക. ഓക്കെ.
താങ്ക് യു.